والسلام على أشرف المرسلين نبينا محمد صلى الله عليه وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. അപ്പോൾ നമ്മളൊരു നാലായത്ത് ഓതി വെച്ചിരുന്നു. എൻ്റെ അർത്ഥം പറഞ്ഞു. പിന്നെ അവതരണ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ആദ്യം മുതലൊന്ന് ഓതി വെക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ തഫ്സീർ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رآه أفتمارونه على ما يرى. കുറച്ച് ചോദ്യം വെച്ചൊന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ്: വൻ നജ്മി ഇദാ ഹവ, നക്ഷത്രമാണ് സത്യം അത് അസ്തമിക്കുമ്പോൾ. അപ്പൊ അസ്തമയ നക്ഷത്രത്തെ കുറിച്ച് സത്യം ചെയ്ത് പറയാം. വൻ നജ്മി ഇദാ ഹവ, അസ്തമിക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ അസ്തമിക്കുന്ന നക്ഷത്രം എന്ന അർത്ഥമുള്ളൂ. ഇവിടെ വന്നജിം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വഴികാട്ടിയായ ഷേറ നക്ഷത്രത്തെ കുറിച്ചാണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സഹാബികളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഴി കാണിക്കുന്ന നക്ഷത്രം അന്നജും എന്ന് മാത്രം പറയുമ്പോൾ അങ്ങനെയാണ്. കാരണം ഇതിന്റെ അവസാനത്തിൽ റബ്ബു ഷേറ എന്ന് ഷേറ നക്ഷത്രത്തിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ പോൾ സ്റ്റാർ എന്ന് പറയില്ലേ, വഴി കാണിക്കുന്ന നക്ഷത്രം. പണ്ട് വടക്കുനോക്കി യന്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് രാത്രിയിൽ മരുഭൂമിയിലാണെങ്കിലും കടലിലാണെങ്കിലും വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ നക്ഷത്രത്തെ ആയിരുന്നു. മദല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗത്തിലുമല്ല. അത് ഇതിന്റെ ഐറണിക്കലായ റെഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വഴി കാണിക്കുന്ന നക്ഷത്രത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല. കാരണം ഈ നക്ഷത്രത്തെ പിന്നീട് പറയുന്നുണ്ട്, ഇതേ നക്ഷത്രത്തെ, വഴി കാണിക്കുന്ന നക്ഷത്രത്തെ സൃഷ്ടിച്ചവൻ ആരാണോ അതേ നിങ്ങൾക്ക് വഴി തെറ്റാതെ, അതേ ഭൂമിയിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് നടക്കുമ്പോൾ വഴി തെറ്റാതെ, കടലിലും കരയിലും നിങ്ങൾ നടക്കുമ്പോൾ വഴി തെറ്റാതെ നിങ്ങളെ വഴി നടത്തുന്ന ആ നക്ഷത്രത്തെ സൃഷ്ടിച്ച അതേ അള്ളാഹു ആണ് നിങ്ങൾ ജീവിതത്തിൽ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് റസൂലിനെ അയച്ച് എന്നുള്ള ഒരു വ്യംഗ്യമായ അർത്ഥം ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അനിൽ ഹവ, അവൻ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഇവിടെ നമ്മൾ രണ്ട് ഹവയെ കുറിച്ച് പറഞ്ഞു. ഒന്ന് വെർബാണ്, ഇതാ ഹവ, അത് അസ്തമിക്കുകയാണ്. അനിൽ ഹവ, അദ്ദേഹം ഹവ സംസാരിക്കുകയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ഇഷ്ടം ഒരിക്കലും ഇതിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിയുടെ ഇതിൽ ഒരിക്കലും സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടം എങ്ങനെ അടിച്ചേൽപ്പിക്കാം? ഇത് അള്ളാഹുവിന്റെ ആണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, തീർച്ചയായും അതൊക്കെ തന്നെ വഹിയാണ്. യൂഹ, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ സ്വന്തം അഭിപ്രായങ്ങളില്ല, സ്വന്തം ഇഷ്ടങ്ങളില്ല. അള്ളാഹുവിന്റെ വഹി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. മഅ്മൂറാണ്. മഅ്മൂർ എന്ന് പറഞ്ഞാല് കൽപ്പിക്കപ്പെടുന്നവൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനല്ല, അള്ളാഹുവിന്റെ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. ഒമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്,
ഇതിനു മുമ്പ് താങ്കൾ വല്ല കിതാബും പാരായണം ചെയ്യണോ? എങ്കിലും കിതാബിന്റെ കാര്യം താങ്കൾക്ക് അറിയായിരുന്നോ? ഇല്ല. അല്ല തഹത്തുഹു ബി യമീനി, താങ്കൾക്ക് എഴുതാനും അറിയില്ലായിരുന്നു. നമ്മളതിനെ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഇവിടെ വഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി, അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ നല്ല ആരോഗ്യമുള്ള സമയത്ത് യുവത്വത്തില് ആളുകൾ ഇത് പ്രവാചകത്വം അല്ലെങ്കിൽ രാജാധിപത്യം എന്തെങ്കിലും ചോദിക്കണ്ടേ? അതൊന്നുമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ 40 കൊല്ലം ഇവരുടെ ഇടയിൽ തന്നെ ജീവിച്ചപ്പോ എപ്പോഴെങ്കിലും നബി ഇങ്ങനെ ചോദിച്ചോ, ഇങ്ങനെ പറഞ്ഞോ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു? അപ്പൊ അത് വഹിയാണ്, അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന വഹിയാണ്. ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹ അല്ലമഹു ഷദീദുൽ ഖുവ. അല്ലമഹു, അദ്ദേഹത്തെ അത് പഠിപ്പിക്കുന്നത്. ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന ശക്തമായ വാചകങ്ങൾ അടങ്ങിയ ഈ ഖുർആൻ, ഇത് നബുവത്തിന്റെ ഒരു 5-ാം വർഷത്തിലായിരിക്കും ഇത് അവതരിച്ചത് എന്ന് ഞാൻ അവതരണ പശ്ചാത്തലം പറയുമ്പോൾ പറയണ്ടായി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അവതരിക്കുകയാണ്. അപ്പോഴേക്ക് നമുക്കറിയാം കുറെ സൂറത്തുകൾ അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സൂറത്തുകളൊക്കെ തന്നെ സത്യനിഷേധികളായ ആളുകളെ കണ്ണു തുറപ്പിക്കാൻ മാത്രം ശക്തമായ സൂറത്തുകളാണ്. ഈ സൂറത്തുകളൊക്കെ ഇദ്ദേഹത്തെ പല രൂപത്തിൽ ഇവര് അഭിപ്രായപ്പെടുന്നു. അത് അദ്ദേഹം വേറൊരു അജമിയിൽ നിന്ന്, അറബി അല്ലാത്ത ഒരാളിൽ നിന്ന് കേട്ട് പറയാണ്. അദ്ദേഹം ഒരു കവിയാണ്, അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, പ്രവചനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ പല രൂപത്തിലുള്ള പറച്ചിലുകൾ അവർ നടത്തുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അതൊക്കെ ഖുർആൻ നിഷേധിക്കുന്നുണ്ട്. അത് കവിയുടെ വചനമല്ല. ഒമാ അല്ലംനാഹു ഷിഅറ, ഞാൻ അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല. ഒമാ യംബഗി ലഹു, അതിന് അദ്ദേഹത്തിന് സാധ്യവുമല്ല. ഒമാ ഹുവ ബിഖൗലി കാഹിൻ, ജ്യോത്സ്യന്റെ വചനങ്ങളല്ല. അപ്പോ കവിയല്ല, ജ്യോത്സ്യനുമല്ല, കളവ് പറയുന്നവനല്ല. ഇത് പിന്നെ ചിലവർ പറഞ്ഞ് ഇത് അജമിയായ ഒരാള്, ലിസാനുല്ലദി യുൽഹിദൂന ഇലൈഹി അജമി, ഒരു അജമിയുടെ, അറബി അല്ലാത്ത ഒരാളുടെ വാചകമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഹാദാ ലിസാനുൻ അറബിയും മുബീൻ, ഇത് വളരെ ശുദ്ധമായ അറബി ഭാഷയിലല്ലേ? എവിടെ നിന്നല്ല അറബി ഭാഷ വികാസം കൊണ്ടത്? അവിടെ നിന്ന് അങ്ങോട്ട് അറബി ഭാഷ വികാസം കൊണ്ടു. ഖുർആനിൽ നിന്ന് അറബി ഭാഷ ഉണ്ടായിരുന്നു. അറബി ഭാഷയ്ക്ക് ഗ്രാമറോ അല്ലെങ്കിൽ എന്താ പ്രയോഗം അവർക്ക് ഉപയോഗിക്കാനൊക്കെ അറിയാം, എല്ലാം ചെയ്തത്. പക്ഷേ അതിന്റെ ഗ്രാമർ ഉണ്ടാവുന്നത് ഖുർആനിന് ശേഷമാണ്. അതിന്റെ പരിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളിൽ നിന്ന് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് 5ഓളം ശാഖകൾ ഉണ്ടായിരുന്നു. സർഫ്, നഹ്വ്, ബലാഗ, ഗ്രാമർ, അറബി ഭാഷയുടെ ഭാഷാവിശുദ്ധി, ഭാഷയുടെ ഘടനാവിശുദ്ധി, ഒരുപാട് 5ഓളം ഈ ഭാഷയുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള 5ഓളം വിജ്ഞാന ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. മറിച്ച് അല്ലമഹു, അദ്ദേഹത്തെ അത് പഠിപ്പിക്കുന്നത് ഷദീദുൽ ഖുവ, ശക്തമായ കഴിവുള്ളവനാണ്. ഷദീദുൽ ഖുവ, ശക്തമായ കഴിവുകളുള്ള ഒരുവനാണ് അദ്ദേഹത്തെ അത് പഠിപ്പിക്കുന്നത്. ആരാണ് ഈ ശക്തമായ കഴിവുകളുള്ള ഒരുത്തൻ? ഷദീദുൽ ഖുവ, ശക്തമായ കഴിവുള്ള. ദൂ മിർറത്തിൻ ഫസ്തവ, ദൂ മിർറ, വളരെ ബുദ്ധിമാനും വിജ്ഞാനമുള്ളവനുമായ, എന്ന് പറഞ്ഞാൽ അറിവുള്ളവനും യുക്തിമാനുമായ ആള്. ബുദ്ധിയുള്ള ആളും അറിവുള്ള ആളും അങ്ങനെയാണ്, യുക്തിയുള്ള ആളും കൂടെയാണ്. അതാണ് ഈ മിറത്ത് എന്ന് പറയുന്നത്. അറബികൾ സാധാരണ പ്രയോഗിച്ചു വരുന്ന വാക്കാണ് മിറത്ത് എന്ന്. ഇവിടെ ദൂ മിറത്തിന്, അപ്പോ യുക്തിമാനും അറിവുള്ളവനുമായ, ശക്തനായ, പ്രബലമായ കഴിവുകളുള്ളവനായ ഒരു ശക്തിയാണ് അദ്ദേഹത്തെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരാണ്? അത് ഒരുവിധം എല്ലാ പണ്ഡിതന്മാരുടെയും സഹാബികളുടെയും അഭിപ്രായം അനുസരിച്ചിട്ട്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ സഹാബികളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇതേ പ്രയോഗം തന്നെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ തമ്മ അമീൻ. ജിബ്രീൽ അലൈഹി സ്വലാമയെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണെന്ന് ഒരുവിധം എല്ലാ പണ്ഡിതന്മാരും സൂറത്തു തക്വീറിലെ ഈ വാചകങ്ങൾ, ഇത് ശംസു കുവീറത്ത് എന്നുള്ള ഇന്നഹു ലഖൗലു
റസൂലിൻ കരീം, അത് മാന്യനായ ഒരു ദൂതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ വിശേഷിപ്പിച്ചിട്ടുള്ള വിശേഷണങ്ങൾ ഏറ്റവും മനോഹരങ്ങളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ദൂതൻ. അത് മാന്യനായ ദൂതന്റെ വാചകങ്ങളാണ്. ദീ ഖുവ്വത്തിൻ, അവിടെയും പ്രയോഗിച്ചിട്ടുണ്ട്. ഖുവ്വത്ത്, ശക്തനാണ്. ഇൻദദിൽ അർശി മക്കീൻ, ഉടയവനായ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവനാണ്. ഇൻദദിൽ അർശി മക്കീൻ മുതാഇൻ തമ്മ അമീൻ, എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവനാണ്, വിശ്വസ്തനാണ്. ഇതൊക്കെ ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ കുറിച്ചിട്ടുള്ള വിശേഷണം. ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ, ഇഷ്ടങ്ങൾ നടപ്പിൽ വരുത്താനുള്ളവരാണ് മലക്കുകൾ, അള്ളാഹുവിന്റെ സൈന്യം. അള്ളാഹുവിന്റെ ജുനൂദ്, അള്ളാഹുവിന്റെ സൈന്യത്തെ കുറിച്ച് അവന് മാത്രമേ അറിയൂ. അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് മലക്കുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. പ്രകാശം കൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. അവരുടെ പ്രകൃതം വയഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ച ഒന്നിനും എതിര് നിൽക്കൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാം. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഖലുണ്ട്, ഷഹ്വത്തില്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട്, വികാരങ്ങളില്ല. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതില് അലിവ് തോന്നുക, അല്ലെങ്കിൽ പ്രയാസം തോന്നുക, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുക, അങ്ങനെയൊന്നുമില്ല. അത് അവരാണ് ചെയ്യും. യഫ്അലൂനമായ ഉമറുൻ, എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ. മനുഷ്യന്റെ ഇപ്പോഴത്തെ കാഴ്ച കൊണ്ട് നമുക്ക് അവരെ കാണാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മലക്കുകൾ പ്രകാശം കൊണ്ടുണ്ടാക്കിയിട്ടില്ല. പ്രകാശം കൊണ്ടുണ്ടാക്കിയവര് പ്രകാശത്തെ പ്രതിഫലിക്കൂല, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കൂല. ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാത്ത വസ്തുക്കളെ നമ്മൾ കാണൂലല്ലോ, അങ്ങനല്ലേ? സംശയം ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ തന്നെയല്ലേ? ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന വസ്തുക്കളല്ലേ നമ്മൾ കാണുള്ളൂ. ലൈറ്റിനെ ചാനലൈസ് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ കാണുമോ? ഇല്ല ഇല്ല, കാണില്ല. അപ്പൊ മലക്കുകള് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണൂല, കാരണം ലൈറ്റിനെ ചാനലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെ കൂടെ ഇല്ല എന്ന് പറയാൻ പറ്റും? നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട്, നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വസ്തു നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയാൻ പറ്റൂല. കാരണം ലൈറ്റിനെ കടത്തിവിടുന്ന ഒരു വസ്തുക്കളെ നമ്മൾ കാണൂല. നല്ലൊരു പ്യുവർ ഗ്ലാസ് ചില്ല് വെച്ചാൽ തന്നെ നമ്മൾ അത് അറിയില്ല. അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഷെയ്ഡിങ് എന്തെങ്കിലും കിട്ടാലേ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് എന്ന് അറിയുള്ളൂ, നല്ല ഗ്ലാസ് ആണെങ്കിൽ. അല്ലെങ്കിൽ പോയി ഇടിക്കും. മനുഷ്യന്മാർ മാത്രമല്ല, നമ്മുടെ ഒരു കാഴ്ച അങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. സുലൈമാൻ നബി അലൈഹിസ്സലാം സ്ഫടികത്തിന്റെ തറ ഇട്ട ഒരു കാര്യം പറയുന്നുണ്ട്. താഴെ വെള്ളം, ഒരു സ്ഫടികത്തിന്റെ തറ. ഇപ്പൊ ബൽക്കിസ് രാജ്ഞി കടന്നു വന്നപ്പോ അവര് ഈ സ്ഫടികം അവിടെ ഉണ്ടെന്ന് അറിയാതെ അവരുടെ വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വസ്ത്രം ഒരല്പം ഉയർത്തുന്ന ഒരു സംഭവം ഖുർആനിൽ പരാമർശിക്കുന്നു. അപ്പൊ സുലൈമാൻ നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, സ്വർഹം മുമറദും ഫവാരി, ഇത് സ്ഫടികം ഉണ്ടതിന്റെ മുകളിൽ പിന്നെ വസ്ത്രം ഉയർത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യർക്ക് തന്നെ അത്രമാത്രം നല്ല സ്ഫടികാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ കാണൂല. ഇപ്പോ ഗ്ലാസ് ബ്രിഡ്ജുകളുടെ
ഒരു ട്രെൻഡിങ് അല്ലേ, ഗ്ലാസ് ബ്രിഡ്ജുകളുടെ ട്രെൻഡിങ്. ആളുകളെ അതിൽ കൂടെ നടത്തിയിട്ട് പേടിപ്പിച്ചിട്ട് താഴെ നമുക്ക് ഫീൽ ചെയ്യണം, നമുക്ക് താഴെയുള്ളതേ കാണുള്ളൂ, ഗ്ലാസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ താഴെയുള്ളത് കാണുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഗ്ലാസ് ഉള്ള ഓർമ്മയില്ലാതെ നമ്മൾ പേടിച്ച് പറക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ്. അപ്പൊ പറഞ്ഞു വന്നത് മലക്കുകൾ അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളാണ്. അവർക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ തന്നെ സ്ഥിരമായിട്ട് രണ്ട് മലക്കുകളുണ്ടാവും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബുൻ അതീദ്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മലക്കുകളുണ്ട്. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് മുതൽ, തുടങ്ങുന്നത് മുതൽ അയാൾ മരിക്കുന്നത് വരെ ഈ കർമ്മങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് മലക്കുകളുണ്ട്. അതിനുശേഷം വേറെ കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ കർമ്മങ്ങൾ നോക്കാൻ വേണ്ടി, പ്രത്യേകമായിട്ടുള്ള കർമ്മങ്ങൾ നോക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നുണ്ട്. യതആഖബൂന ഫീക്കും മലായികത്തും ബില്ലൈലി മലായികത്തും ബിന്നഹാർ. രാവും പകലുമായിട്ട് വരുന്ന, ഡ്യൂട്ടിയിൽ വരുന്ന മലക്കുകളുണ്ട്, കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നത്. അസറിന്റെ നേരത്തും സുബഹിയുടെ നേരത്തും വരിക. സുബഹിക്ക് ഇമാമ് കയ്യെട്ടി കഴിഞ്ഞാലാണ് അവർ വരിക, അസറിന് ഇമാമ് കയ്യെട്ടി കഴിഞ്ഞാലാണ് വരിക. അപ്പൊ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എന്റെ അടിയാറുകളെ എങ്ങനെയാണ് വിട്ടിട്ട് പോകുന്നത്? ഫഖാലു, അവർ പറയും, തറക്നാ വഹും യുസല്ലൂൻ, ഞങ്ങൾ വിട്ടുപോരുമ്പോഴും, അത്തൈനാ വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. അപ്പൊ അടുത്ത മലക്കുകളോട് ചോദിക്കുമ്പോൾ അപ്പൊ അവരും പറയും അത്തൈനാ വഹും യുസല്ലൂൻ, കാരണം അവർ നിസ്കരിക്കണ സമയത്താണ് ചെല്ലുന്നത്. അപ്പൊ തറക്നാ വഹും യുസല്ലൂൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സുബഹിയും അസറും വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണ്. ഇന്ന ഖുർആനിൽ ഫജ്രി കാന മഷ്ഹൂദ. പ്രത്യേകമായി മലക്കുകളുടെ സാക്ഷ്യമുള്ള സുബഹി നമസ്കാരം, പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട നമസ്കാരം നിർബന്ധമായിട്ടും എല്ലാ വക്തും അങ്ങനെ വേണം. പക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി നിസ്കരിക്കേണ്ടതായ നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഇത് രണ്ടും പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ചൂടുകാലത്ത് ഉച്ചയ്ക്ക് ശേഷം വിശ്രമം ഉണ്ടെങ്കിൽ അസർ നമസ്കാരത്തിന് എഴുന്നേറ്റ് പോകാൻ കുറച്ച് പ്രയാസം. അപ്പൊ അവിടെ മലക്കുകൾ അവിടെ പ്രത്യേകമായിട്ടുണ്ട്. പിന്നെ മലക്കുകൾ, പ്രഭാതത്തിൽ വരുന്ന മലക്കുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓരോ സന്ദർഭത്തിൽ മലക്ക് 10 പ്രധാനപ്പെട്ട മലക്കുകളെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ അഖീദയുടെ ഭാഗമായിട്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ, ഇസ്രായേൽ, റഖീബ്, അതീദ്, മുൻകർ, നക്കീർ, മാലിക്, റിദ്വാൻ, നരകം കാക്കുന്ന മലക്ക്, സ്വർഗം കാക്കുന്ന മലക്ക്, ഇതൊക്കെ മലക്കുകളുടെ നേതൃത്വത്തിലുള്ള. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആർക്കാഞ്ചൽ, അതായത് മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകൾ പല രൂപത്തിലുണ്ട്. ഈ അള്ളാഹുവിന്റെ അർശ് 8 മലക്കുകളുടെ ചുമലിലാണ്. 8 മലക്കുകൾ അള്ളാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. അന്ന് 8 മലക്കുകൾ അള്ളാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ട് വരും. 8 മലക്കുകൾ അള്ളാഹുവിനെ പ്രത്യേകം അധികാരപ്പെടുത്തിയ ശക്തന്മാരായ മലക്കുകളുണ്ട്. ഫല്യദൂനാദിയ സനദു സബാനിയ. സബാനിയാക്കൾ എന്നറിയപ്പെടുന്ന ശക്തന്മാരായ മലക്കുകളുണ്ട്. എന്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന ശക്തരായ മലക്കുകൾ. ഈ അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ അവിടെ അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അവരുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിലെ സത്യവിശ്വാസികളായ നല്ലവരായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഖുർആനിലുണ്ട്, സൂറത്ത് ഗാഫിറിലുണ്ട്. വെള്ളിയാഴ്ച ജുമാസ്കാരത്തിന് മാത്രമായിട്ട് അധികാരപ്പെടുത്തപ്പെട്ട മലക്കുകളുണ്ട്. അവര് ജുമാക്ക് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തമായ ഒരു ഹദീസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവര് ഓരോരുത്തര് വരുന്നത് നേരത്തെ വന്നിരിക്കും. മലക്കുകളായിരിക്കും ഏറ്റവും ആദ്യത്തെ. അവര് വരുന്ന എല്ലാവർക്കും രേഖപ്പെടുത്തും. അതിൽ ആദ്യം വരുന്ന ഒരു സമയം മുതൽ മറ്റൊരു സമയം വരെ വരുന്ന ആളുകൾക്ക് ഒരു ഒട്ടകത്തെ ബലി നൽകിയ കൂലിയുണ്ട് വെള്ളിയാഴ്ച. പിന്നെ വരുന്നവർക്ക് ഒരു ആടിനെ, പിന്നെ വരുന്ന മാടിനെ, പിന്നെ വരുന്നവർക്ക് ഒരു ആടിനെ ദാനം ചെയ്ത കൂലി, പിന്നെ വരുന്നവർക്ക് ഒരു കോഴിയെ ദാനം ചെയ്ത കൂലി, പിന്നെ വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത കൂലി. അങ്ങനെ കോഴിമുട്ട ദാനം ചെയ്ത കൂലി ഇമാമും മിമ്പറിൽ കയറുന്നത് വരെ കിട്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒരുവിധം കോഴിമുട്ട തന്നെ ആയിരിക്കും കിട്ടില്ലെന്ന് തോന്നുന്നു.
അതെങ്കിലും കിട്ടണം. അപ്പോ ഈ കോഴിമുട്ട ദാനം ചെയ്ത കൂലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇമാമ മിമ്പറിൽ കയറിയ പുസ്തകം അടച്ചു വെക്കും മലക്കുകൾ. പിന്നെ അവര് ഹുത്തുബ ശ്രദ്ധിക്കും. അങ്ങനെ ഹുത്തുബയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് അവര് ഇങ്ങനെ പറയും, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച നല്ല സ്ഥിരമായിട്ട് ഇവിടെ നിസ്കരിക്കാൻ വരുന്ന ഒരാള് ഇന്ന് കണ്ടിട്ടില്ലല്ലോ. നമ്മളെ അക്കൗണ്ട് ഏത് പള്ളിയിലാണ് ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ഇട്ടാ സ്ഥിരമായിട്ട് പള്ളിയിൽ നിസ്കരിക്കാണ്ടാവുന്ന ഒരാളെ കണ്ടിട്ടില്ലല്ലോ. അള്ളാഹുവെ, അദ്ദേഹം യാത്രയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയിൽ നീ സുരക്ഷിതത്വം കൊടുക്കണേ. അദ്ദേഹം അസുഖബാധിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അസുഖം നീ മാറ്റി കൊടുക്കണേ. അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ എന്ന് ഈ കാണാത്ത ആൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കില്ല. ഹദീസിലുള്ളതാട്ടാ. അങ്ങനെ മലക്കുകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ മണൽത്തരികളെക്കാൾ എണ്ണം മലക്കുകളുണ്ട്. എത്രയോ മലക്കുകളുണ്ട് എന്ന് പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൈത്തുൽ മഅമൂർ, കഅബയുടെ പോലെ ആകാശലോകത്ത് ബൈത്തുൽ മഅമൂർ ഉണ്ട്. എല്ലാ ദിവസവും അതിലേക്ക് 70,000-ഓളം മലക്കുകൾ കയറി പോകുന്നു, അവർ തിരിച്ചു വരൂലെന്ന്. ഓരോ ആകാശത്തിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ഓരോ മലക്കുകളുണ്ട്. ഒന്നാം ആകാശത്തിന്റെ ഉത്തരവാദിയായ മലക്കിന്റെ പേര് ഇസ്മായിൽ എന്നാണെന്ന് ചില നിവേദനങ്ങളിൽ കാണാം. ഇസ്മായിലിന്റെ കീഴിൽ 10,000 മലക്കുകളുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ. ആ 10,000-ൽ ഓരോരുത്തരുടെ കീഴിലും 10,000 മലക്കുകളുണ്ട്. ഒന്നാം ആകാശത്തിന്റെ സംരക്ഷണത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അല്ലാഹു അലം. മഴ പെയ്യിപ്പിക്കുന്ന മലക്ക്, കാറ്റടിപ്പിക്കുന്ന മലക്ക്, എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം ഇവരുടെ നേതാവാണ്, മലക്കുകളുടെ നേതാവ്. ജിബ്രീൽ അലൈഹിസ്സലാം ആണ് സൃഷ്ടികളിൽ ഉത്തമരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർക്ക് സന്ദേശം എത്തിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഏറ്റവും അടുത്താണ്. എല്ലാ പ്രവാചകന്മാരോടും ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിക്കുകയാണ് ചെയ്തത്, മൂസാ നബിയോട് ഒഴികെ. മൂസാ നബിയോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുകയായിരുന്നു. മിക്കവാറും സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കല്ലം അല്ലാഹു മൂസ തക്ലീമ. മൂസാ നബിയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു. മൂസാ നബിയെ അള്ളാഹു നേരിട്ട് വിളിക്കണേ. അത് ആ മൂസാ നബിയെ അള്ളാഹു നേരിട്ട് വിളിച്ച ആ സംഗതി പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഫലമ്മാ നൂദിയ അൻ ബൂരിക മൻ ഫിന്നാരി വമൻ ഹൗലഹ ഫസുബ്ഹാനല്ലാഹ്. അത്ര ആ ഒരു വെളിച്ചം കണ്ട് മൂസാ നബി അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടുത്തെ ആ വിശുദ്ധമായ ആ പശ്ചാത്തലത്തിൽ ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നു. ഇളം കാറ്റുകളുള്ള ആ ഇളം വെളിച്ചമുള്ള നിലാവുള്ള രാത്രിയിൽ ഒരു വിളി, മൂസേ. അങ്ങനെ മൂസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് വിശേഷിപ്പിക്കുന്നു. പിന്നീട് മലക്കുകളുടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമയിൽ നിന്നാണ് കേട്ടത്. ഈസാ നബി അലൈഹി ഇസ്ലാമയെ ജീവിതത്തിലുടനീളം, അതായത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിട്ടുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ കൂടെ. ഈസാ നബി അലൈഹി ഇസ്ലാം വയ്യദ്നാഹു ബി റൂഹിൽ ഖുദ്സ് എന്ന് പറഞ്ഞ ഈസാ നബിയെ ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ കൊണ്ട് ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അദ്ദേഹത്തെ അപായപ്പെടുത്തുമോ എന്ന് വിചാരിച്ചിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ ഈസാ നബിയുടെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാറാതെ. ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷകൾക്ക് നേതൃത്വം കൊടുത്തത് ജിബ്രീൽ അലൈഹി ഇസ്ലാമായിരുന്നു. ഫിറഔനെ മുക്കിക്കൊല്ലുമ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമുണ്ട്. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് വജാൽന ആലിയഹ സാഫിലഹ, ഈ ആ ഗ്രാമത്തെ, സദൂം ഗൊമൊറ ഗ്രാമത്തെ അടിമറിച്ചിട്ടത്. സംസം വെള്ളം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കുഴിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു ചിറകിന്റെ ഒരു തൂവൽ കൊണ്ടാണെന്ന് പറയാം.
അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ഘട്ടത്തിലും ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ബദറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കൂടെ ജിബ്രീൽ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞ് 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 പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂല് നമുക്കല്ലേ വിജയം, എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്ന് കരയാ. എത്ര വരെ കരഞ്ഞെന്നറിയോ? ആകാശത്ത് ചെറിയൊരു ഒരു മുഴക്കം, നബിയുടെ കണ്ണ് തെളിഞ്ഞു. അവിടെ നിന്നതാ മലക്കുകൾ ബദറിൽ ആഗതരാകുന്നു. സഹാബികളിൽ ചിലര് കേട്ടു അഖ്ബിൽ ഹൈസൂം അഖ്ബിൽ ഹൈസൂം എന്നുള്ള ഒരു സൗണ്ട്. ഹൈസൂം എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമയുടെ കുതിരയാണ് എന്ന് പിന്നീട് ഹദീസുകളിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമയും മലക്കുകളും ഇത്രമാത്രം ദുർബലരായ 313 ആൾക്കാർ ഉറക്കം തൂങ്ങിയ ഇരുന്ന സന്ദർഭത്തിൽ വരെ ആ ബദർ യുദ്ധത്തിൽ 10-70 പേരെ കൊല്ലുകയും 70ഓളം പേരെ പിടികൂടുകയും ചെയ്തതിൽ മലക്കുകളുടെ സഹായത്തെക്കുറിച്ച് ഹദീസുകളിൽ പിന്നെ വന്നിട്ടുണ്ട്, ഖുറാനിലും വിശദീകരിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വെള്ള വസ്ത്രത്തിലുള്ള സുന്ദരനായ ഒരു മനുഷ്യനെ പോലെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ ജിബ്രീലിനെ കണ്ടു. ജിബ്രീല് ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ട്, എപ്പോഴും നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നീറ്റിൽ നടക്കുന്ന ഒരു കുതിരപ്പുറത്ത് മാത്രം വരുന്ന നബിയോട് വളരെ മാന്യമായിട്ട് അഭിസംബോധന ചെയ്യുന്ന ദഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു റോമ സാമ്രാജ്യത്തിലേക്ക് കത്ത് കൊടുക്കാൻ വേണ്ടി നബി അദ്ദേഹത്തെയാണ് പറഞ്ഞത്. ഈ ദഹിയത്തുൽ കൽബിയുടെ അതേ രൂപത്തിലാണ് ഞാൻ ജിബ്രീലിനെ കണ്ടത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് രാത്രിയിൽ പോയിട്ട് തിരിച്ചു വന്ന ഓരോരുത്തരെയും വിശദീകരിക്കുന്നുണ്ട്, ഓരോ പ്രവാചകന്മാരുടെയൊക്കെ രൂപം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ദഹിയത്തുൽ കൽബി യുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം നബിയുടെ കൂടെ 7-ാം ആകാശത്തും ഉണ്ടായിരുന്നു. അവസാനം ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇനി എനിക്ക്, അതായത് 7-ാം ആകാശം, ഇന്ത സിദ്റത്തുൽ മുൻതഹ ഇന്ദഹ ജന്നത്തുൽ മാവ, സിദ്റത്തുൽ മുൻതഹ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അതിന്റെ അപ്പുറത്തേക്ക് അല്ല ജിബ്രീൽ അലൈഹി സ്വലാം, അതിനപ്പുറത്തേക്ക് പോകാൻ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇനി താങ്കൾ ഒറ്റക്ക് പോയാൽ, ഇനി ഞാൻ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകുന്നു. എന്നാൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമയെ കണ്ടത് ചക്രവാളത്തിൽ, അതായത് ഹിറാ ഗുഹയിൽ നിന്ന് കണ്ടത് മനുഷ്യന്റെ രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ, അതിന് താഴെ വരുന്നുണ്ട്. അപ്പോ വഹുവ ബിൽ ഉഫുഖിൽ ആല, അത് നമ്മൾ അടുത്ത ആയത്തുകളും കൂടെ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരാം. വഹുവ ദൂ മിർറത്തിൻ, വിവരമുള്ളവനും യുക്തിജ്ഞനും അറിവുള്ളവനും അതുപോലെ ബുദ്ധിയുള്ളവനും. ഫസ്തവ, അദ്ദേഹം മുന്നിൽ വന്നു നിന്നു, നബിയുടെ മുന്നിൽ വന്ന് നബിയുടെ മുകളിലായിട്ട് നിന്നു. വഹുവ ബിൽ ഉഫുഖിൽ ആല, വഹുവ അദ്ദേഹം ബിൽ ഉഫുഖിൽ ആല, ഉയർന്ന ചക്രവാളത്തിൽ എന്ന് പറഞ്ഞാൽ ചക്രവാളത്തിൽ തന്നെ ഉഫുക്കില് ഹൊറൈസൺ മുകളിലേക്ക് നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം, അതിന് ജിബ്രീൽ അലൈഹി സ്വലാമയെ കണ്ടു. ആ കാഴ്ചയെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമയെ കണ്ടത്, ജിബ്രീൽ അലൈഹി സ്വലാമയുടെ ഒരു ചിറക് കൊണ്ട് ചന്ദ്രന്റെ പ്രകാശം മറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റും. മലക്കുകള് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിറകുകളുണ്ട്. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹ മസ്ന വസുലാസ വറുബ, ഈ 2ഉം 3ഉം 4ഉം ഒക്കെ ചിറകുകളുള്ള മലക്കുകളെ കുറിച്ചിട്ട് സൂറത്തു ഫാത്തിർ തുടങ്ങുന്നത് അങ്ങനെ. സൂറത്തുൽ ഫാത്തിർ ഉണ്ട്, അത് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബ, ഈ 2ഉം 3ഉം 4ഉം മലക്കുകളെ ചിറകുകളുള്ള മലക്കുകളെ നിയോഗിക്കുന്ന അല്ലാഹു. ജിബ്രീൽ അലൈഹി സ്വലാമൊക്കെ എത്ര ചിറകുണ്ടെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയെങ്കിൽ പറയും. അറിയോ? ജിബ്രീൽ അലൈഹി സ്വലാമക്ക് മലക്കുകളുടെ നേതാവാണ്. മലക്കുകൾക്ക് ഈ 2, 3, 4 ഒക്കെ ചിറകുകളെ കുറിച്ച് പറയുന്നുണ്ട്. 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8, 4 ഒരു ഭാഗത്ത്, 4 ഒരു ഭാഗത്ത്, 8, 3 ഒരു ഭാഗത്ത്, 2 ഒരു ഭാഗത്ത്, 2 മറ്റേ ഭാഗത്ത്, അങ്ങനെ 4, ഇങ്ങനെയൊക്കെയാണ് ചിറകുകൾ. ഇതിൽ ജിബ്രീൽ അലൈഹി സ്വലാമക്ക് എത്ര ചിറകുകളുണ്ട്? ആ
കറക്റ്റ്. 600 ചിറകുകൾ ഇട്ട് ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 600 ചിറകുകൾ കറക്റ്റാ. ഹദീസ് അനുസരിച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാമുക്ക് 600 സിത്തുമിആന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 600 ചിറക്. അതിൽ ഒരു ചിറകാണ് ചന്ദ്രന്റെ പ്രകാശം മറച്ചുകൊണ്ട് നബി കണ്ടത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഈ സൃഷ്ടി എത്ര വലുതാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. എത്ര ഏഹ്, ഭീമാകാരമായ ഒരു മഖ്ലൂക്കാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുകളിലായിട്ട് വന്നത്. വഹുവ ബിൽ ഉഫുഖിൽ അഅല, ഏറ്റവും ഉന്നത ചക്രവാളത്തിൽ അദ്ദേഹം വന്നു നിന്നു. സുമ്മ ദന ഫതദല്ല, സുമ്മ ദന, പിന്നെ ആ അദ്ദേഹം അടുത്തു വന്നു. ദന, നബിയിലേക്ക് അടുത്തു വന്നു. ഫതദല്ല, അങ്ങനെ തങ്ങി നിന്നു. മുകളിൽ വന്നിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കൂലേ, അത് പിന്നെ നിലം തൊടാതെ അങ്ങനെ ഉയർന്നു നിൽക്കുന്നതിനാണ് തദല്ല എന്ന് പറയുന്നത്. സുമ്മ ദന ഫതദല്ല, വളരെ അടുത്തെത്തി അങ്ങനെ തങ്ങി നിന്നു. ഫക്കാന, അങ്ങനെ അദ്ദേഹമായി ഖാബ ഖൗസൈനി ഔ അദ്ന, രണ്ട് വില്ലോളം അടുത്തു, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അടുത്തു. ഫക്കാന ഖാബ ഖൗസൈൻ, കൗസ് എന്ന് പറഞ്ഞാൽ വില്ല്, പണ്ടത്തെ ഒരു കണക്കാണ്, വില്ലിന്റെ കണക്ക്. അമ്പും വില്ലും ഇല്ലേ, വേറെ കൗസിന്റെ ഒരു കണക്ക് പറയും. കൗസ്, കൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ മാരിവില്ലില്ലേ, അതിനെന്താ പറയാ, റെയിൻബോ, അതിനും പറയില്ല. അപ്പോ കാബ കൗസൈനിയാവും അതിന്. അപ്പൊ ഇവിടെ പറയേണ്ടത് 2 മുഴം എന്നാണ്. ഒരു മുഴമാണ്, ഒരു വലിയൊരു മുഴമാണ്. അപ്പൊ 2 മുഴത്തോളം അടുത്തു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അടുത്തു. ആര്? ജിബ്രീൽ അലൈഹി സ്വലാം. ഒറിജിനൽ രൂപത്തിൽ. ഇങ്ങനെ 2 സമയത്ത് മാത്രമാണ് ജിബ്രീൽ അലൈഹി സ്വലാമിയെ നബി യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ, ഒറിജിനൽ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. അതൊന്ന് ഇതാണ്, ഒന്ന് സിദ്റത്തുൽ മുന്തഹയിൽ വെച്ചിട്ടാണ്, അതായത് മിഅ്റാജിന്റെ രാത്രിയിൽ. അപ്പോ അപ്പോഴൊക്കെ ഏകദേശം ഈ പറഞ്ഞ ദഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞ സഹാബിയുടെ രൂപത്തിലാണ് നബി വന്നിരുന്നത്. മറ്റൊരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ശുഭ്ര വസ്ത്രത്തിൽ, ഒരു വെള്ള വസ്ത്രം എടുത്ത് വളരെ വൃത്തിയിൽ വസ്ത്രം ധരിച്ചിട്ട് മുടിയൊക്കെ നല്ലോണം ചീകി ഒതുക്കിയിട്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നിട്ട് നബിയുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് മദീന പള്ളിയിൽ. എന്നിട്ട് എനിക്ക് ഇസ്ലാം കാര്യം പറഞ്ഞുകൊണ്ടാ, എനിക്ക് ഈമാൻ കാര്യം പറഞ്ഞുകൊണ്ടാന്ന് പറയുന്നുണ്ട്. അത് ഹദീസ് ജിബ്രീൽ എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം തിരിച്ചു പോയപ്പോ പിന്നെ സഹാബികള് ചോദിച്ച ആരായിരുന്നു വന്നു ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താക്കും ജിബ്രീൽ, അത്താക്കും ലിയഅല്ലിമക്കും ദീനക്കും, ജിബ്രീൽ നിങ്ങളെ ദീന് പഠിപ്പിക്കാം, എങ്ങനെയാണ് നബിയുടെ അടുത്ത് വന്നിരിക്കേണ്ടത്, എങ്ങനെ ചോദിക്കണം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെ സഹാബത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ, മനുഷ്യ രൂപത്തിൽ. അങ്ങനെ അത്രത്തോളം അടുത്ത് നിന്നു. അപ്പൊ ഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, അങ്ങനെ അദ്ദേഹം വഹി കൊടുത്തു, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിയിലൂടെ വഹി നൽകി. ഇലാ അബ്ദിഹി, തന്റെ അടിയാറിലേക്ക്, മാ ഔഹ, അവൻ എന്തൊക്കെയാണോ വഹി കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിയിലൂടെ അദ്ദേഹം, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിയിലൂടെ വഹിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കദബൽ ഫുആദു മാ റഅ, മാ കദബൽ ഫുആദു മാ റഅ, ഹൃദയം കണ്ണുകൊണ്ട് കണ്ടതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല. മാ കദബൽ ഫുആദ്, ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് കേട്ടോ. ഫുആദ്, കദബ എന്ന് പറഞ്ഞാൽ കളവാക്കിയിട്ടില്ല. മാ കദബ അൽ ഫുആദു മാ റഅ, നേരിട്ട് കണ്ടതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല. അഫ തുമാറൂനഹു അലാ മാ യറ, അദ്ദേഹം കണ്ടതിനെ പറ്റി നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേരെ കണ്ടു എന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ജിബ്രീൽ അലൈഹി സ്വലാം വരുമ്പോ എല്ലായ്പ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കാണാറില്ല. പിന്നെ വഹീന് വേണ്ടി വരുന്ന സമയത്ത് എല്ലാ സമയത്തും അദ്ദേഹത്തെ കാണാറില്ല ജിബ്രീൽ അലൈഹി സ്വലാമിയെ. കാരണം ചിലപ്പോൾ ഒരു മണികിലുക്കം വരെ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ചിലപ്പോഴേ കാണുള്ളൂ. കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണൂല. ജിബ്രീൽ അലൈഹി സ്വലാം നിരന്തരമായിട്ട് വരും. അവസാനമായപ്പോ ഗ്യാപ്പ് വന്നു. കാരണം ഖുർആന്റെ അവതരണമൊക്കെ പൂർത്തിയായതോടുകൂടി ജിബ്രീൽ അലൈഹി സ്വലാം അങ്ങനെ വരണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഒരു വിഷമം. കാരണം ഇടക്കിടക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വരികയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യണതല്ലേ.
അപ്പോ വരാണ്ടായപ്പോ നബിക്ക് ഒരു വിഷമം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വന്നപ്പോ ജിബ്രീൽ അലൈഹി സ്വലാമിയോട് പറഞ്ഞു, ഇങ്ങനെ ഇത്ര വലിയ ഗ്യാപ്പ് ഇടല്ലേ, ഇടക്കിടക്കൊക്കെ വരണം, അല്ലെങ്കിൽ എനിക്കൊരു വിഷമാവാണ്, അപ്പൊ ഇടക്കിടക്ക് വന്നൂടെ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഒമാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക്, അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയ. അള്ളാഹുവിനെ അറിയാം എപ്പോഴാണ് അയക്കേണ്ടത്, അള്ളാഹു പറയുന്നപ്പോഴൊക്കെ ഞാൻ വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വരണമെങ്കിൽ അള്ളാഹുവിനോട് പറയണം. പക്ഷെ ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു സംവേദനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹി സ്വലാം. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം മദീനയിൽ വന്നു. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഒരാള് കാണാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആരാണെന്ന് ചോദിച്ചു. ഇസ്രാഫീലാണ്. ഇങ്ങനെ മലക്കുകളിലെ കൂട്ടത്തില് ഇസ്രാഫീൽ, സൂറിൽ ഓതുന്ന മലക്ക്. ഇസ്രാഫീലിന്റെ ഭീമാകാരത്തെ പറ്റി പല ഹദീസുകളിലും ഉണ്ട് കേട്ടോ. ജിബ്രീൽ അലൈഹി സ്വലാമിനെക്കാളും വലുതാണെന്ന് അർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും സംസാരിക്കുകയും ചെയ്തതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നുകൊണ്ടിരിക്കുക. വഹിയൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ സമയത്ത് ആയിഷ ബീവി ഉണ്ടായിരുന്നു മുറിയിൽ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ, ജിബ്രീൽ നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ ബീവി കരഞ്ഞു സലാം മടക്കിക്കൊണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട്. നബിക്ക് കാണാൻ സാധിച്ചിരുന്നു, അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ആയിഷ ബീവിയോട് പ്രത്യേകമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം സലാം പറഞ്ഞിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ വളരെ അടുത്ത ഒരു ബന്ധം ജിബ്രീൽ അലൈഹി സ്വലാമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാത്തു സൂക്ഷിച്ചിരുന്നത്. അതാണ് ഈ ഒരു പരിഭവം പറച്ചിലൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നത്. അപ്പൊ ഇവിടെ ഈ ഹദീസുകളിലും ഇവിടെ ഈ ആയത്തുകളിലും അതുപോലെ സൂറത്തു തക്വീറിലെ ആയത്തുകളിലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു മലക്കിന്റെ പേര് 3 തവണ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിയുടെ പേര്. സൂറത്തുൽ ബഖറയില് അടുത്തടുത്തായിട്ട് 2 ആയത്തുകളിൽ ഈ പേര് ആവർത്തിക്കുന്നുണ്ട്. കുൽ മൻകാന അദുവല്ലി ജിബ്രീല, കുൽ മൻകാന അദുവല്ലി ജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ആരെങ്കിലും ജിബ്രീലിന് ശത്രു, ജിബ്രീലിനോട് ശത്രുത പുലർത്തിയിരുന്നു ആര്? ജൂതന്മാർ. എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറെ കുറെ വിഷയങ്ങളുണ്ട്. അവർക്ക് ജിബ്രീലിനോട് ശത്രുത ഉണ്ടായിരുന്നു. മൻകാന അദുവല്ലി ജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക, ഇത് ഇറക്കി തന്നത് ജിബ്രീലാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഖുർആൻ നിനക്ക് ഇറക്കി തരുന്നത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. എന്നിട്ട് അള്ളാഹു പറയണം, മൻകാന അദുവ്വലില്ലാഹി വ മലായികതിഹി വ ജിബ്രീല വ മീകാല. ജിബ്രീലിനോടും മീകായിലിനോടും ആരെങ്കിലും ശത്രുത വെക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോടും അവന്റെ കിതാബിനോടും ജിബ്രീലിനോടും മീകായിലിനോടും റസൂലിനോടും ഒക്കെ ശത്രുത വെക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, അള്ളാഹു ശത്രുക്കളുടെ, അള്ളാഹു കാഫിരീങ്ങളുടെ അല്ലെങ്കിൽ സത്യനിഷേധികളുടെ അദുവാണ്, ശത്രുവാണ്. അപ്പൊ അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമയുടെയും മീകായിൽ അലൈഹി ഇസ്ലാമയുടെയും പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. സൂറത്തു തഹ്രീമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2-3 ഭാര്യമാര് നബിക്കെതിരെ ചില ട്രിക്കുകളൊക്കെ ഒപ്പിച്ച സമയത്ത്, നമുക്ക് വിശദമായിട്ട് പിന്നീട് എപ്പോഴേലും സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇന്നല്ലാഹ ഹുവ മൗലാഹു, അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കും. വ ജിബ്രീലു, അള്ളാഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടാവും. വ ജിബ്രീലു, ജിബ്രീലും വസാലിഹുൽ മുഅ്മിൻ, സാലിഹീങ്ങളായ മുഅ്മിനുകളും. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, അതിന്റെ പുറമെ മലക്കുകളും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും. അതുകൊണ്ട് മുഹമ്മദ് ഒറ്റക്കാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് എന്നുള്ള ചില
ആ, എന്താ പറയാ, മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ആ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമനായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഗബ്രിയേൽ എന്ന് പറയും, ജബ്രായിൽ എന്ന് പറയും. എന്താണെങ്കിലും ഈ പേര് ഈൽ എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാ. ഏൽ, ഏൽ, ഏൽ എന്നുള്ളത് ഹീബ്രു ഭാഷയിൽ അള്ളാഹുവിന്റെ പേരാണ്, ഏൽ. അപ്പൊ അതിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഇസ്മായിൽ, ജിബ്രായിൽ, മീക്കായേൽ, മലക്കുകളുടെ പേരൊക്കെ ഏൽ എന്നുള്ളത് അള്ളാഹുവിലേക്ക്. ഏൽ, ഏലി ഏലി ലമ്മ സബക്താനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? അതെന്താ? ആരെ കേട്ടവരൊന്ന് പറയും. എന്റെ ഏലി ദൈവമേ ഏലി എന്റെ ലമ്മ ദൈവമേ നീ എന്നെ സബക്താനി, കൈവിട്ടതെന്ത്? കൈവിട്ടത് എന്ത്? അവിടെ ഏൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏൽ ഈ, എന്റെ ദൈവമേ. ഏലി, ഏലി, ഏൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമാണ്. ഏൽ, എല്ലാ. ഏൽ എന്നുള്ളതും അള്ളാന്റെ പേരാണ്. എല്ലാ, എല്ലോഹീം, അങ്ങനെ മൂന്ന് പേരുകൾ കാണാൻ സാധിക്കും. ഇപ്പൊ എല്ലോഹീം, എലോഹീം എന്നുള്ളതാണ് നമ്മള് അറബിയിൽ അള്ളാഹുമ്മ എന്നായിട്ടുള്ളത്. അതുപോലെ എല്ലാ, ഈ എൽ എൽ എ എച്ച്, എല്ലാ എന്നുള്ള ഹീബ്രു ഭാഷയുടെ അറബി വേർഷനാണ് അള്ളാഹ് എന്നുള്ളത്. അല്ലാതെ അള്ളാഹ് മുസ്ലിങ്ങളുടെ ഒരു പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ അങ്ങനെയൊക്കെ ഇപ്പോ ഒരു പ്രയോഗമാണ് കേട്ടോ. അള്ളാഹ് എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രത്യേക ദൈവമാണ്, ലോകത്തെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഞങ്ങളെ യഹോവ എന്ന് പറയും. യഹോവ എന്നുള്ള പേരൊക്കെ പിന്നെ വന്നതാ. ഈ പ്രയോഗങ്ങളാണ് പ്രവാചകന്മാരുടെ അടുത്തുണ്ടായിരുന്നത്. മൂസാ നബി ആണെന്നുണ്ടെങ്കിലും ഇബ്രാഹിം നബി ആണെങ്കിലും അതിനുശേഷമുള്ള പ്രവാചകന്മാരെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഏൽ എന്നുള്ളതാണ്. ഏൽ അല്ലെങ്കിൽ അല്ല, ഈ പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഈ അറബി ബൈബിളിലൊക്കെ അള്ളാഹ് എന്ന് തന്നെ പ്രയോഗിക്കുന്നത്. എന്റെ അർത്ഥം അല്ലെ, യഹോവ എന്ന് കാണൂല അറബി ബൈബിളില്, എല്ലായിടത്തും അള്ളാഹ് എന്നാണുള്ളത്. അപ്പോ അള്ളാഹ് എന്നുള്ള പ്രയോഗം. എന്നിട്ട് നമ്മളെ കേരളത്തിലെ കുറച്ച് പിന്നെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് മാത്രമാട്ടോ ഇത് പറയണത്. ഈ ഒരു വാദം അള്ളാഹ് എന്നുള്ളത് ഒരു ഖുറൈശികളുടെ ദൈവമായിരുന്നു, അതിനെയാണ് മുഹമ്മദ് എടുത്തത്. അത് അവർക്ക് വിവരമില്ലായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ നാട്ടില് പിന്നെ ആലാഹ എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് കേട്ടോ. മലയാളീകരിച്ച ഇലാഹ്, അല്ലെങ്കിൽ മലയാളീകരിച്ച അള്ളാഹുവിന്റെ ഒരു വാക്കാണ് ആലാഹ എന്ന് പറഞ്ഞിട്ട്. സാറ ജോസഫിന് ആലാഹയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ ഉണ്ടായിരുന്നു. അപ്പൊ ആലാഹ എന്ന ഒരു ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ അടുത്തായിട്ട് പിന്നെ മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് ഉപയോഗിക്കുമ്പോ അതേ ദൈവത്തിനെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ത്രിത്വം ഇതൊക്കെ പ്രശ്നമായി വരൂല എന്നുള്ളതുകൊണ്ട് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ ബുദ്ധികളിൽ പെട്ടതാണ് അള്ളാഹു എന്ന് പറഞ്ഞ ഖുറൈശികളുടെ ദൈവമാണ് എന്നൊക്കെയുള്ള ജൽപ്പനങ്ങൾ. അതിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നേരിടാൻ പറ്റൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ ആ അർത്ഥത്തിലാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമയും ഇതും തമ്മിലുള്ള ബന്ധം എന്നാണ് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോ സുമ്മ തനാഫത്ത്, അതല്ല, അങ്ങനെ അദ്ദേഹം അടുത്ത് ഇങ്ങനെ നിലകൊണ്ടു, കുറഞ്ഞ അകലത്തിൽ, പിന്നെ വളരെ അടുത്ത് കുറഞ്ഞ അകലത്തിൽ ഇങ്ങനെ തങ്ങി നിന്നു. അപ്പൊ കാന കാബ കൗസൈനിയാവും അതിന, അങ്ങനെ അദ്ദേഹം രണ്ട് വില്ലോളം അല്ലെങ്കിൽ അതിനടുത്തെത്തി. അത് അന്നത്തെ ഒരു പ്രയോഗമാണ്. അത് കൃത്യമായി 2 മുഴ 3 മുഴ അല്ലെങ്കിൽ വളരെ അടുത്ത് എന്നുള്ള അർത്ഥത്തിലുള്ളൂ. അപ്പൊ ഔഹ ഇല അബ്ദിഹി മാ ഔഹ. പിന്നെ പറയുന്നത് എല്ലായ്പ്പോഴും എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നേരിട്ടിട്ട് സംസാരിച്ചിട്ടില്ല. ഉണ്ട് ഒരു സന്ദർഭത്തിൽ, അത് മിറാജിന്റെ സന്ദർഭത്തിലാണ്. അള്ളാഹുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷെ അള്ളാഹുമായിട്ട് സംവദിച്ചു. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് ആ, ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള സഹാബികളുടെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. സംസാരിച്ചു. അള്ളാഹുവിനെ ആർക്കും കാണാൻ സാധിക്കൂല. ആകെ കാണാൻ വേണ്ടി ശ്രമിച്ചത് മൂസാ നബി അലൈഹി സ്വലാമാണ്. അപ്പൊ തന്നെ എന്തായി? മൂസാ നബി ബോധം കെട്ട് വീണ്. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക. അപ്പൊ അതുകൊണ്ട് കാണാൻ സാധിക്കൂല എന്നുള്ളത് ഈ ഒരു കണ്ണും വെച്ചുകൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരലോകത്ത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടിത്തരികയോ അല്ലെങ്കിൽ വേറെ കണ്ണുകൾ നൽകുകയോ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അങ്ങനെ കുറിച്ച് ഹദീസുകളുണ്ട്. മൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ. ആരെങ്കിലും അള്ളാഹുവിന്റെ ലിഖായിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല അമലുകൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോ മാ കദബൽ ഫുആദു മാ റഅ, കണ്ണ് കണ്ടതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തുമാറൂനഹു അലാ മാ യറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ട സംഗതിയെ കുറിച്ചിട്ടാണോ നിങ്ങൾ
തർക്കിക്കാൻ വരുന്നത്. അപ്പൊ എന്തായിരുന്നു ആ തർക്കം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ചു നേരം ആണെങ്കിൽ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു ക്രിസ്ത്യൻസ് ഒക്കെ പറയുന്ന ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനാണ്. ആ അതെ അതെ അതെ, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ്. അപ്പൊ അവര് പക്ഷെ ഹോളി അവരംഗീകരിക്കുന്നു. സ്പിരിറ്റിനെ കാരണം ദൈവമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേറെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വേറെ ഇല്ലേ? ഏഞ്ചൽസ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഈ പരിശുദ്ധാത്മാവ് എന്നവർ പറയുന്നത് പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണ്. റൂഹുൽ ഖുദുസ് എന്ന് ഖുറാനിൽ വിശദീകരിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണ് എന്നാണ് നമുക്ക് കിട്ടിയ വിശദീകരണങ്ങൾ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജൂതന്മാർ കണ്ണുവെക്കുകയും ചെറുപ്പത്തിലെ സംസാരിച്ചത് കൊണ്ട് ശത്രുത ഉണ്ടാവുകയും അപായപ്പെടുത്താനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എപ്പോഴും ജിബ്രീൽ അലൈഹി ഇസ്ലാം ഈസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ അവര് പിന്നെ കൺസെപ്റ്റലൈസ് ചെയ്ത സമയത്ത് അതിനെ കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുവന്നതാണ്. പോളിന്റെ പരിപാടിയാണത്. സെന്റ് പോളിന്റെ കൺസെപ്റ്റലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ റോമ ചക്രവർത്തിക്ക് റോമ സാമ്രാജ്യത്തിന്റെ അന്നത്തെ എംപറർ ആയിരുന്ന ആരായിരുന്നു? കോൺസ്റ്റന്റൈൻ അല്ലേ? കോൺസ്റ്റന്റൈന് അന്നത്തെ റോമ സാമ്രാജ്യത്തിലെ ഒരു റിലീജിയൻ ആയിരുന്ന മിത്രാസ് എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ട്. ഒരു 3 ഗോഡിന്റെ സങ്കല്പം ഉണ്ടായിരുന്നു. അതിനോട് ഏകദേശം ഈക്വലൈസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ആകുമ്പോ ആ ചക്രവർത്തി ഇത് സ്വീകരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സക്സസ് ആയി. ചക്രവർത്തി ക്രിസ്ത്യാനിയായി. പക്ഷെ അതോടുകൂടി ഇസ്ലാം പൊളിഞ്ഞു അല്ലേ? അന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു യഥാർത്ഥ വിശ്വാസം പൊളിഞ്ഞു. പിന്നീട് ഈ വിശ്വാസമാണ് വന്നത്, ഈ ത്രിയേകത്വം എന്ന് പറയുന്നത്, ത്രിത്വം. ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം ഈ സിറിയൻ ഇപ്പൊ ഞാനവിടെ ഫ്രഞ്ച് ക്ലാസ്സിന് പോകുന്ന സമയത്ത് സിറിയൻ ഒരാള് അടുത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ആള് മുസ്ലിമാണ്. അപ്പൊ പിന്നീട് മനസ്സിലായി ആള് സിറിയൻ ക്രിസ്ത്യാനിയാണെന്നുള്ളത്. സലാം പറയില്ല, ശ്രദ്ധിച്ചിട്ടാ? അതെ അതെ, ഇല്ല സലാം പറഞ്ഞില്ല. അതെ കറക്റ്റ് സലാം ആണ്. അത് പറയില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് അതൊക്കെ അവർ പറയും. ഇൻഷാ അപ്പോഴാണ് എനിക്ക് അല്ലാഹ് മാഷാ മനസ്സിലായത് അല്ലാഹ് ആള് ഒക്കെ മുസ്ലിം പറയും. അല്ലാന്നുള്ള മനസ്സിലായത് അപ്പോഴാണ്. അതെ അതെ, സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർഹബ മർഹബ എന്ന് പറയും. ബാക്കിയൊക്കെ അവർ പറയും. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ ഇത്രയും വിവരമില്ലാത്ത ആളുകൾ, കുറെ ആളുകൾ ഇപ്പം അള്ളാഹു ഗോത്ര ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടല്ലോ. അതെ അതെ, ഇത്രയും അത് പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആലാഹ എന്നുള്ള ഒരു പ്രയോഗം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി അറബികളിലൂടെയാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി വന്നത്. അന്നൊക്കെ അള്ളാഹു എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം സെന്റ് തോമസിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് അങ്ങനെ ബോൽബലകമായ തെളിവുകളൊന്നുമില്ല. മറിച്ച് ഈ സിറിയക്കാരായ അറബികളിലൂടെയാണ് സിറിയൻ ക്രിസ്ത്യൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. സീറോ മലബാർ സഭ അങ്ങനെയുള്ള ആം, ഒക്കെ വന്നിട്ടുള്ളത്. പഴയ ഓർത്തഡോക്സ് സഭകൾ അധികവും വന്നിട്ടുള്ളത് അറബികളിലൂടെയാണ്, സിറിയക്കാരായ അറബികളിലൂടെയാണ്. അബ്ദുൽ ജലീൽ ബാവ, ആം, അതുപോലെ അതെ അബ്ദുൽ മിഷിഹ, ഇങ്ങനെയൊക്കെയാണ് അവരുടെ പേരുകൾ. അബ്ദുൽ ജലീൽ ബാവ ആണ്. ബാവയിലൂടെയാണ് ഈ ക്രിസ്ത്യാനിറ്റി അവിടെ സ്ഥാപിക്കപ്പെടുന്നതൊക്കെ. അപ്പം ആം, പിന്നെ ഈ ബ്രിട്ടീഷ് ഇൻവേഷന് ശേഷമാണ് ഈ കത്തോലിക്ക ടീം വരുന്നത്, റോമൻ കത്തോലിക്സ് വരുന്നതും പിന്നെ അവര് ആധിപത്യം ഉണ്ടായതും ഒക്കെ. പോർച്ചുഗീസ് വഴി ഇപ്പം ലത്തീൻസ് ആദ്യം വന്നില്ലേ, ലത്തീൻ കത്തോലിക്കർ. ആ അതായത് യൂറോപ്യൻ ഇൻവേഷന് ശേഷമാണ് ആ ഒരു സ്റ്റൈലിലുള്ള ടീമുകളൊക്കെ വരുന്നത്. അതുവരെ ഉണ്ടായിരുന്നതും ഓർത്തഡോക്സും സീറോ സഭകളുമായിരുന്നു. പിന്നെ
അപ്പം കത്തോലിസിസത്തിന് ഒരു ആധിപത്യം കിട്ടിയതൊക്കെ ഇൻഷാ അല്ലാ. അപ്പൊ ഇപ്പൊ ഇത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, അതിഭീകരമായിട്ട് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുള്ള ടീമാണ്. ഞാൻ അവരായിട്ട് ഒന്ന് രണ്ടാൾക്കാരൊക്കെ എന്നോട് സംവദിക്കാൻ വന്നിരുന്നു. ഒരു തരം ഇതുമില്ല, എന്താ പറയാ, പ്രതിപക്ഷ ബഹുമാനോ മാന്യതയോ റഫറൻസ് ഓറിയന്റഡോ ഒന്നുമില്ല. അവരെന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിങ്ങനെ അടിച്ചു വിടുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരെ അവോയ്ഡ് ചെയ്യില്ല. പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഈ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ അതിന്റെ ടീമാണല്ലേ? അതിന്റെ ആൾക്കാരാ. കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്ന് ഫേസ്ബുക്കിൽ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ചാടി വീണ് അവര് നമ്പറൊക്കെ വാങ്ങി സംവദിക്കാൻ വരും. ഇബ്രാഹിം നബി മക്കയിൽ വന്നില്ല എന്നാണ് ഒരാളിനോട് വാദിച്ചത്. പിന്നെ ഞാനിപ്പോ എന്താ പിന്നെ അയാളോട് സംസാരിക്കുക? ഇബ്രാഹിം അബ്രഹാം പ്രവാചകൻ മക്കയിൽ വന്നിട്ടില്ല, വരേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ പിന്നെ എനിക്ക് അത് അയാളോട് എന്ത് വന്നത് സംസാരിക്കാനുള്ള ഇബ്രാഹിം സ്കോപ്പാണ്. നബിയുടെ മക്ക അല്ലെങ്കിൽ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സൈഡിലുള്ള ചരിത്രം അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല, ഇല്ലല്ലേ? അവർക്കത് അറിയില്ലല്ലോ. ഓക്കെ ഓക്കെ. അവർക്ക് ഓക്കെ. അവർക്കറിയില്ല. അവർക്ക് അവർക്ക് ഇസ്മായിൽ എന്ന് അതിന്റെ പറഞ്ഞ ഇവർക്ക് ആ മക്കളുടെ കാര്യത്തില് യാക്കൂബ് നബിയുടെ മക്കളെ വരെ അത് ഖുറാനിൽ പറയുന്നുണ്ട്. ഇത് യാക്കൂബ് നബി മരണ സന്ദർഭത്തിൽ മക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യാന്ന് വെച്ചപ്പോ കാലു നാബുദു ഇലാഹക്ക വ ഇലാഹ ആബായിക്ക ഇബ്രാഹിമോ ഇസ്മായിലോ ഇസ്ഹാക്ക എന്ന് പറയുന്നുണ്ട്. അവർക്കറിയായിരുന്നു. പിന്നെ ആ തലമുറ കഴിഞ്ഞു വന്നു. പിന്നെ അവര് ഈജിപ്തിലൊക്കെ പോയി പിന്നെ രണ്ട് വിഭാഗമായില്ലേ, അദ്നാനികളായി. അങ്ങനെ ആ ഒരു കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. അവർക്ക് അതിന്റെ പക്ഷെ ഇസ്മായിൽ ചരിത്രം അലി അറിയില്ല. ഇസ്ലാമിനെ പ്രതിപാദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇസ്മായിൽ ഉണ്ട് എന്ന് പറയാറുണ്ട് ഇസ്മായിൽ എന്ന് പറയില്ലേ? ഉണ്ട്. ഇസ്മായിൽ പറയുന്നുണ്ട്. പക്ഷെ അതും അവിടെ തന്നെ യെരുശലേമിൽ തന്നെയാണ് ജീവിച്ചു എന്നുള്ള അഭിപ്രായമാണ്. മക്കയിലേക്കൊന്നും വരേണ്ട ഒരു കാര്യമില്ല, വന്നിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയാം. പിന്നെ നമ്മളിപ്പം ഈ ഇത്രയും വലിയ അവിടുന്ന് അറബികള് അദ്നാനികള് ഖുറൈശികള് മക്ക ആ ചരിത്രം ഉള്ളു നമസ്കരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ അവരോട് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ? കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചരിത്രത്തെ ചരിത്രമായി മനസ്സിലാക്കുകയും മെറിറ്റിൽ സംവദിക്കുകയും ചെയ്യണവരുടെ സംവാദം സാധ്യമാവുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ, എന്നാ അസ്സലാമു അലൈക്കും.